ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലി രാവിലെ ഉറക്കം എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് തണുക്കുന്നെന്നും പറഞ്ഞ് കിടക്കുക. ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീടിനടുത്തുള്ള കുന്നിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറി. അങ്ങനെ രാവിലെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്, അമ്മയും എല്ലാവരും ഉണ്ട്. ഞങ്ങൾക്ക് നടന്ന് പോകത്തക്ക ദൂരമേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് അവിടെ വരെ നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം കാറിൽ പോയത്. ആ ആർച്ച് കാണുന്നത് നേരെ അങ്ങോട്ട് അമ്പലം. നല്ല രസമുണ്ടായിരുന്നു. റോഡൊക്കെ നല്ല അലങ്കരിച്ച് ലൈറ്റൊക്കെ വെച്ച്. രാവിലെ ആയതുകൊണ്ട് അത് അത്രയും അങ്ങോട്ട് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ എത്തി. നല്ലൊരു പോസിറ്റീവ് എനർജി ഈ അമ്പലത്തിൽ വരുമ്പം. ഞങ്ങൾ ഒരുപാട് നേരം അമ്പലത്തിൽ നിന്നായിരുന്നു. കുറേ കഴിഞ്ഞ് പിന്നെ ഒരുപാട് അറിയാവുന്ന ആൾക്കാരെയൊക്കെ കണ്ട് പിന്നെ കുറേ നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ നിന്ന് പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കഞ്ഞിയും പയറും ഉണ്ടെന്നറിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി കഞ്ഞിയും പയറും ഒക്കെ കുടിച്ച്. ആ കാണുന്നത് അല്ലിയുടെ ഡാൻസ് സ്കൂളാണ്. പിന്നെ അല്ലിയും അച്ചാമ്മയും കൂടിയൊക്കെ തിരിച്ചിങ്ങനെ വരുന്ന വഴിക്ക് അവിടെ നല്ല തോരണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അങ്ങനെ പിന്നെ തിരിച്ച് വന്നിട്ട് ഞങ്ങൾക്ക് മാടനടയിൽ പോകണമായിരുന്നു, മാമൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ അങ്ങോട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടോയൊക്കെ എടുത്ത് അല്ലിയും കേശുവും കൂടെ കളിയൊക്കെ തുടങ്ങി. പിന്നെ കുറേ നേരം അവിടെ ഞങ്ങൾ ഉച്ചയായി തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക്. പിന്നെ അമ്പലത്തിൽ തിരുവാഭരണം പോകുന്ന ദിവസമായിരുന്നു. അങ്ങനെ ആനയൊക്കെ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കുറേ നേരം അതിനെയൊക്കെ കണ്ടുകൊണ്ട് നിന്ന്. പിന്നെ വൈകുന്നേരം അടുത്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അച്ഛൻ്റെയൊക്കെ റിലേറ്റീവ്സിൻ്റെ ആയിരുന്നു. അങ്ങനെ അതും ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആ ഫംഗ്ഷനൊക്കെ പോയി. നല്ലൊരു ഫംഗ്ഷനായിരുന്നു. അതൊരു ഡാൻസ് ടീച്ചറായിരുന്നു. അങ്ങനെ കുറേ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം ആ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ അല്ലിക്ക് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധമായി. അങ്ങനെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലോട്ട് പോകാനൊക്കെ ആയിട്ടൊക്കെ റെഡിയായി. പിന്നെ അല്ലിയുടെ വക കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി. അപ്പം ശരി, ടാറ്റാ ബൈ ബൈ, സീ യു.